ഹലോ, ജോജിമാസ് കിച്ചൻ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇസക്കുട്ടിയുടെ 4ാമത്തെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളാണ്. സെപ്റ്റംബർ 24 അവളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. 2 മാസം മുന്നേ തുടങ്ങും എൻ്റെ ബർത്ത്ഡേ ആണ്, അതിന് വേണ്ട കാര്യങ്ങളും എന്തൊക്കെ വേണം അതിന് പറ്റുന്ന ആൾക്കാരോട് അവൾ ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിക്കും. എനിക്ക് ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 3-4 ദിവസം മുന്നേ തന്നെ നമ്മൾ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല കളേഴ്സ്, നല്ല സെലക്ഷനും നല്ല കളേഴ്സും ഒക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു സ്കേർട്ടും ഒരു ക്രോപ്പ് ടോപ്പും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രസ്സ്, പിന്നെ ഇത്, അങ്ങനെ 4 ഡ്രസ്സസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം അവൾക്ക് നല്ല ചേരുന്ന കളേഴ്സും നല്ല ചേർച്ചയുള്ള ഡ്രസ്സുകളായിരുന്നു. അതിനുശേഷം ഇത് ഒരു സ്പൈറൽ പൊട്ടറ്റോ എന്ന് പറയും. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പല ഫ്ലേവേഴ്സിലായിട്ടാണ് ചെയ്യുന്നത്. പൊട്ടറ്റോ ഇങ്ങനെ സ്പൈറലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് സിംഗിളായിട്ട് ഒറ്റതായിട്ട് ഒരു സ്റ്റിക്കിൽ കോർത്തിട്ടാണ് അവർ ചെയ്യുന്നത്. പല ഫ്ലേവേഴ്സ് അതിൽ ആഡ് ചെയ്തിട്ടാണ്. എനിക്കിതിനെ പറ്റിയിട്ട് അത്രയ്ക്ക് ആധികാരികമായിട്ട് പറയാനായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഈ ചേട്ടൻ പറയണത് നമുക്കൊന്ന് കേൾക്കാം അല്ലേ. നമ്മളിതിങ്ങനെ സ്പൈറൽ പൊട്ടറ്റോൻ്റെ 5 ഫ്ലേവേഴ്സാണ് വരുന്നത്. ജപ്പാനീസ് ജലപ്പേനോ, ഇറ്റാലിയൻ ചീസ്, അറേബ്യൻ ടിക്ക, ജമൈക്കൻ ചിപ്പോട്ടിൽ, തുർക്കിഷ് മസ്റ്റാർഡ് എന്ന് പറഞ്ഞിട്ട്. അതിനനുസരിച്ച് അതിൻ്റെ സീസണിങ്സ് ഉണ്ടാവും മസാലകൾ. അതിൽ ജലപ്പേനോ അറേബ്യൻ ടിക്കയും കുറച്ച് സ്പൈസി പുളിപ്പുമായിട്ടുള്ള ഫ്ലേവറാണ്. ഇറ്റാലിയൻ ചീസ് നോർമൽ വൈറ്റ് ചീസ്, ജമൈക്കൻ ചിപ്പോട്ടിൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫ്ലേവർ, മസ്റ്റാർഡ് കുറച്ച് സ്വീറ്റ് ആയിട്ട് വരും. ഈ ചീസാണ് ഇവിടെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത്. ചീസാണ് കൂടുതൽ മൂവിങ്ങുള്ള ഫ്ലേവർ. ഇസക്കുട്ടിയുടെ ഡ്രസ്സ് എടുത്തതും പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ സംഭവമൊക്കെ തൃശ്ശൂരാണ്. അവളുടെ ബർത്ത്ഡേയുടെ ദിവസമാണ് അവർ കൊച്ചിയിലേക്ക് വന്നത്. ഇത് ഇപ്പോൾ ഈ സ്പൈറൽ പൊട്ടറ്റോയുടെ ഇതുള്ളത് വൈമോളിലാണ്, നമ്മുടെ തൃപ്രയാറുള്ള വൈമോളിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവളുടെ ഡ്രസ്സസൊക്കെ എടുത്തതും അവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇത് കാണാനും നല്ല രസമല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നല്ല ഫില്ലിംഗ് ആണ്. ഒന്നാമത് പൊട്ടറ്റോ ഫ്രൈഡ് ആണ്, പിന്നെ അതിൽ ചീസും കാര്യങ്ങളൊക്കെയാണ് ഇവർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിയാൽ എനിക്ക് തോന്നുന്നു 2 പേർക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് ആ ദിവസം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ദിവസം നമ്മൾ കാത് കുത്താൻ വേണ്ടിയിട്ട് പോയി. 4 വയസ്സായിട്ടും കാത് കുത്തിയിട്ടുണ്ടായിരുന്നില്ല അവളുടെ. എപ്പോൾ കാത് കുത്താന്ന് പറഞ്ഞാലും അവൾക്ക് പേടിയാണ്. വേണ്ട, എനിക്ക് വേദന എടുക്കും എന്ന് പറയും അവളെപ്പോഴും. അങ്ങനെ നീട്ടി കൊണ്ടുപോയി എപ്പോഴാണ് നമ്മളവളുടെ കാത് കുത്താൻ വേണ്ടിയിട്ട് എന്തായാലും 4 വയസ്സിന് കാത് കുത്തണം എന്ന് അവളുടെ അടുത്ത് പറഞ്ഞ് പിന്നെ അവൾ ഓക്കെ, പിന്നെ ഭംഗിയാണ് എന്നുള്ളൊരു രീതിയിൽ പിന്നെ അവൾ സമ്മതിച്ചു. അങ്ങനെ നമ്മൾ അവളുടെ കാത് കുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അങ്ങനെ മാർക്കിംഗ് ഒക്കെ ചെയ്തപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ആൾക്കറിയാം വേദന എടുക്കും എന്ന് ആൾക്കറിയാം. പക്ഷെ അപ്പോൾ ഭയങ്കര അലേർട്ടായിട്ടാണ് പുള്ളിക്കാരി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുത്തിയ വഴിക്ക് ആൾ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോയി. പിന്നെ സമ്മതിക്കുന്നില്ല. പിന്നെ ആൾ അടുത്ത ലെഫ്റ്റ് സൈഡ് കുത്താൻ സമ്മതിക്കേ ഇല്ലായിരുന്നു. കുറേ നേരം പിടിച്ചിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ആൾ കുത്താനായിട്ട് സമ്മതിച്ചത്. കുത്തി കഴിഞ്ഞപ്പോൾ കണ്ണാടിയിൽ കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ആൾക്ക് കണ്ടിട്ട്. പിന്നെ ആൾ നല്ല ഉഷാറായിട്ട് പിന്നെ ഞാനുണ്ടായിരുന്നില്ല കൂടെ. എന്നിട്ട് എന്നെ അവിടെ നിന്ന് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു തന്നു. കാത് കുത്തി എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചു തന്ന് ഭയങ്കര സന്തോഷമായി പിന്നെ ആൾക്ക്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ആളുടെ ബർത്ത്ഡേ വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബർത്ത്ഡേക്ക് അവർ ഇവിടെ കൊച്ചിയിലേക്ക് വന്നു. നമ്മൾ അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് വൈറ്റ്ലയിലുള്ള സുൽത്താൻ ഗ്രിൽസ് ആൻഡ് റൈസിലായിരുന്നു. നല്ല കോപ്പറേഷനായിരുന്നു അവരുടെ. നമുക്ക് നല്ലോണം അവർ സപ്പോർട്ട് ചെയ്തു.
ഡെക്കറേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഒരു റൂം തന്നെ എനിക്ക് തോന്നുന്നത് അവിടെ ഒരു 3-4 ഫാമിലിക്ക് ഇരിക്കാവുന്ന ഒരു ഏരിയ ആണ്. അത് അവർ നമുക്ക് മാത്രമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് തന്നു. ഇതായിരുന്നു അവളുടെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കേക്ക് നമ്മൾ കേക്ക് ഹട്ടിൽ നിന്നാണ് ചെയ്യിപ്പിച്ചത്. അവൾക്ക് ഒരുപാട് കാലമായിട്ട് അവൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഡയാന ആൻഡ് റോമയുടെ തീമിലുള്ള കേക്ക് വേണം എന്നുള്ളത്. അത് അവൾക്കൊരു സർപ്രൈസ് ആയിരുന്നു. അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതാണ് കേക്ക് എന്നുള്ളത്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ആൾ. പിന്നെ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് ഈ കേക്ക് കട്ട് ചെയ്യാനും ഇങ്ങനെ ഒരുങ്ങാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ ദിവസം എന്നുള്ള രീതിയിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ അറേഞ്ച്മെൻറ്റ്സൊക്കെ അവൾക്ക് സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടപ്പോഴും പിന്നെ അവിടുത്തെ ഹോട്ടലിലെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരും നല്ലോണം ഇവളെ ഒന്ന് ഇതാക്കാനൊക്കെ ഒന്ന് നിന്നു. അങ്ങനെ അവൾ ഭയങ്കര നല്ല ഹാപ്പി ആയിട്ടായിരുന്നു കേക്ക് കട്ട് ചെയ്തതും. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ആദ്യം മാഞ്ചോ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അവരുടെ ഒരു സ്പെഷ്യലാണ്, നാടൻ ഐറ്റമാണ്. അതിൻ്റെ പേര് വരുന്നത് കറിവേപ്പില ഇട്ട ചിക്കൻ ഫ്രൈ. പിന്നെ ഈ മന്തിയും ഈ സുൽത്താനിലെ ഒരു സ്പെഷ്യലാണ്. ഇതിൻ്റെ പേര് അവർ ലബനീസ് മന്തിയാണ്. ലബനീസ് മന്തി പല സ്ഥലങ്ങളിലും ഉണ്ട്, പക്ഷേ ഈ മന്തി നല്ല ടേസ്റ്റാണ്, നല്ല സ്പെഷ്യലാണ്. അവരുടെ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ്. റൈസ് ആണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ്. ചില സ്ഥലങ്ങളിൽ റൈസ് ഭയങ്കര ഹാർഡായിട്ടിരിക്കില്ല, അങ്ങനെയല്ല, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് റൈസാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും മന്തി മിക്കപ്പോഴും നമ്മളിപ്പോൾ ഓർഡർ ചെയ്യാറുള്ളത്, മന്തി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ സുൽത്താനിൽ നിന്ന് തന്നെയാണ്. ഈ ലബനീസ് മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ അവരുടെ ഫുഡ് അടിപൊളി ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ വയ്ക്കാം. പിന്നെ അവരുടെ എപ്പോഴും നമ്മളോട് ചെല്ലുമ്പോൾ സ്റ്റാഫിൻ്റെ ഇടപെടലും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഈ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത്രയേ ഉള്ളൂ ഇസയുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. താങ്ക് യു.